ഇത്തരത്തിൽ വലിയ തരത്തിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ വോട്ടർമാരുടെ മനസ്സൊക്കെ എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ ഒരു മുഴുവൻ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ വിധിയെ ഒക്കെ ഇതിൽ ഏറെ നിർണായകമാണ് എന്നുള്ളതാണ്. നമ്മൾ തിരുവനന്തപുരവും കൊല്ലവും പരിശോധിച്ചു, തൊട്ടടുത്ത ആലപ്പുഴ. ഇതിൽ ഏറ്റവും കൗതുകമെന്ന് പറയുന്നത് ഈ തെക്കൻ ജില്ലകളാണ് നമ്മൾ കൂടുതലായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകളായിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആലപ്പുഴയുടെ മനസ്സ്, പ്രത്യേകിച്ചും ആലപ്പുഴയിൽ ഒരുപാട് ഇപ്പോൾ ജി സുധാകരൻ അടക്കം മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത്തരം അസാധാരണമായിട്ടുള്ള സാഹചര്യം പലതും ആലപ്പുഴയിൽ ഉണ്ട് താനും. അപ്പോൾ ആലപ്പുഴയുടെ മനസ്സ് ആർക്കൊപ്പം എന്നുള്ളത് കൂടി എങ്ങനെയാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് വിധി വരാൻ ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് പൊതുവായിട്ടുള്ള ഒരു ചിത്രം പറയാം? സുജിത്ത്, എന്താണ് പ്രതീക്ഷകൾ? എന്റെ സ്വാതിയുടെയും ജില്ലയാണ്. അതെ, സുജിത് ചന്ദ്രൻ ചെങ്ങന്നൂരും, ഞാൻ ഹരിപ്പാടും. അപ്പോൾ ആ രണ്ട് മണ്ഡലത്തിൽ തന്നെ അങ്ങ് തുടങ്ങിയാൽ ഹരിപ്പാട് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, ചെങ്ങന്നൂരും പറയേണ്ട കാര്യമില്ല. സജി ചെറിയാൻ അവിടെ ജയിക്കും. അതിൽ ആൽവിൻ എന്തോ ചിരിച്ചു, എന്താ കാരണം? അവിടെ അങ്ങനെ ഒരു സജി ചെറിയാൻ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയൊന്നുമില്ല. സജി ചെറിയാൻ ഒരു 10,000 വോട്ടിന് മേലെങ്കിലും ഇത്തവണയും അവിടെ ജയിക്കും. നമുക്ക് മണ്ഡലങ്ങളിലേക്ക് വരാം. പൊതുവായിട്ട് ആലപ്പുഴയുടെ ഒരു പ്രതീക്ഷ. പൊതുവായിട്ട് കഴിഞ്ഞ തവണ പിന്നെ ഒറ്റ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ, രമേശ് ചെന്നിത്തല, ഹരിപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സീറ്റുകളും ചുവന്ന മണ്ഡലമായിരുന്നു. പിന്നെ ആലപ്പുഴയിൽ CPIM അതിൻ്റേതായ സംഘടനാ പ്രശ്നങ്ങൾ ധാരാളം ഇപ്പോൾ സമ്മേളന കാലത്ത് മാത്രമല്ല അതിന് മുമ്പും പിമ്പും നിലനിന്ന സ്ഥലമാണ്, പ്രത്യേകിച്ച് കായംകുളം, അമ്പലപ്പുഴ മേഖലകളിലേക്ക്. അതുകൊണ്ട് തന്നെയാണല്ലോ ജി സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം അടക്കം ഉണ്ടായത്. പക്ഷേ ഇടത് പ്രസ്ഥാനങ്ങൾക്ക് ആഴത്തിൽ വേരുള്ള ഇടത് പ്രസ്ഥാനങ്ങളെ ഈ കേരളത്തിൽ ഉരുവം കൊണ്ട സ്ഥലങ്ങളിൽ ഒന്നായി കൂടിയിട്ടുള്ള വിപ്ലവ സമരങ്ങളൊക്കെ നടന്ന ആ മണ്ണിൽ ഇടതിന് അടിസ്ഥാനപരമായ ബേസുണ്ട്. അത് പെരിഫറലായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെയോ വിഭാഗീയതയുടെയോ പ്രത്യയശാസ്ത്ര അപഭ്രംശത്തിൻ്റെയോ ആശയ വ്യതിചലനത്തിൻ്റെയോ ഒക്കെ പേരിൽ തകർന്നടിഞ്ഞില്ലാതാവുന്ന വോട്ട് ബേസ് അല്ല എന്ന് പറഞ്ഞാലും ഈ പറയുന്ന അമ്പലപ്പുഴയിലൊക്കെ ചിലപ്പോൾ അല്ല മിക്കവാറും ഞാൻ കരുതുന്നത് ജി സുധാകരൻ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. ജി സുധാകരൻ ജയിക്കുന്നത് ഇടതുപക്ഷത്തു നിന്ന് നേരത്തെ ആൽവിൻ അവകാശപ്പെട്ടതുപോലെ ഐഷ പൊറ്റിക്ക് അടർത്തി മാറ്റാൻ കഴിയാതിരുന്നതും എന്ന് ഞാൻ കരുതുന്നതും ജി സുധാകരൻ ഒരു പരിധി വരെ അടർത്തി മാറ്റാൻ കഴിഞ്ഞതുമായിട്ടുള്ള വോട്ടുകൾ കൊണ്ട് ചിലപ്പോൾ ജി സുധാകരൻ അവിടെ ജയിച്ചേക്കാം. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നത് ഈ അരൂര് പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കും. ആലപ്പുഴയുടെ ഒരു പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വരാം അല്ലേ? അതെ, മുൻ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടി നോക്കിയിട്ട് മടങ്ങിയെത്താം. നമുക്ക് ഓരോ മണ്ഡലങ്ങളെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആലപ്പുഴയുടെ മുൻ തെരഞ്ഞെടുപ്പ് ചരിത്രം അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഓരോ മുന്നണികളും പ്രകടനം കാഴ്ചവെച്ചത് എന്നുള്ളത് കൂടി ഈ ഒരു സമയത്ത് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ആലപ്പുഴ ജില്ലയിൽ എത്ര മണ്ഡലങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, ഇത്രയും മണ്ഡലങ്ങളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. അതിൽ 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചു കയറിയ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ. ഒരു മണ്ഡലം ഒഴികെ ബാക്കിയെല്ലാം LDF ജയിച്ചു കയറി. ഹരിപ്പാട് മാത്രമാണ് UDFന് ജയിക്കാൻ സാധിച്ചത് 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. 2021-ലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, ഇവിടെയെല്ലാം തന്നെ LDFന് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, മേൽക്കൈ ഉണ്ടായിരുന്നു. ഹരിപ്പാട് മാത്രമാണ് രമേശ് ചെന്നിത്തലയാണ് അവിടെ 2021-ലും സ്ഥാനാർത്ഥിയായിരുന്നത്, ജയിച്ചു കയറിയത്. ഇനി 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം കൂടി പരിശോധിക്കുകയാണെങ്കിൽ LDFന് ചേർത്തലയിൽ 12,710 വോട്ടുകളുടെ ലീഡ്, കുട്ടനാട് 503, മാവേലിക്കര 10,902, കായംകുളം 5,145, ചെങ്ങന്നൂരിൽ 1,826, ആലപ്പുഴയിൽ 3,842, അമ്പലപ്പുഴയിൽ 4,682. ഇത്രയും വോട്ടുകളുടെ ലീഡ് നേടിയിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ LDFന് ജയിക്കാൻ സാധിച്ചത്. ഇനി UDFൻ്റെ കാര്യം. അരൂരിൽ 525, ഹരിപ്പാട് 4,238. ഇങ്ങനെയാണ്. ഹരിപ്പാട് മാത്രമാണ് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഒരു മേൽക്കൈ ഈ UDFന് ഉള്ളത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമുക്ക് അത് വ്യക്തമാണ് എന്നുള്ളതാണ്. ആലപ്പുഴ നമ്മൾ നേരത്തെ കൊല്ലം പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന
മറ്റൊരു ജില്ല കൂടിയാണ്. അപ്പോൾ പക്ഷേ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ ഒരു കാര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉയരുകയും ഒക്കെ ചെയ്തു, ഈ പ്രത്യേകിച്ചും ഈ അമ്പലപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നേരത്തെ സുജിത്ത് പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയായിട്ട് തന്നെ തുടരാം. അതെ ആൽവിൻ, നമ്മൾ പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ലയും UDF-നെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളിയുണ്ട്. പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള വിജയം അവകാശവാദമൊക്കെ ആയിട്ട് ഉന്നയിക്കുമ്പോൾ ആലപ്പുഴയിലൊക്കെ എങ്ങനെ ആണ് പ്രകടനം, അതനുസരിച്ചിരിക്കും വിജയമൊക്കെ അതിനെ ബാധിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് UDF-ന്റെ ആലപ്പുഴയിലെ പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും ആലപ്പുഴയും കൂടി സംഭാവന ചെയ്താൽ മാത്രമേ UDF-ന് ഈ പറയുന്ന മിന്നും വിജയത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളത് അവർക്കറിയാം. ആലപ്പുഴയിൽ നമുക്ക് അസാധാരണമായി CPM-ലുണ്ടായ വലിയ പ്രശ്നം അത് മുതലെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് UDF-ന്റെ പ്രതീക്ഷയായി. അമ്പലപ്പുഴയിലെ തലമുതിർന്ന നേതാവ്, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന നേതാവ് G. സുധാകരനെ സ്വതന്ത്രനാക്കി മത്സരിപ്പിക്കാനായിട്ട് പുറത്തെത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായൊരു മത്സരമാണ്. ആ മത്സരം തന്നെയാണ് തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിലെ സ്വാധീനം എങ്ങനെയുണ്ട് UDF-ന് എന്നുള്ളത്, അല്ലെങ്കിൽ G. സുധാകരൻ്റെ അദ്ദേഹത്തിൻ്റെ പുറത്ത് വന്ന് നടത്തിയ ആ എതിർപ്പുകളെ CPM വോട്ടുകളിൽ എങ്ങനെ കേന്ദ്രീകരിച്ചു എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും ആലപ്പുഴ ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ ഹരിപ്പാട് തീർച്ചയായും അതിനകത്ത് മറ്റ് ചർച്ചകൾക്ക് പോലും അടിസ്ഥാനമില്ല. അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ G. സുധാകരൻ അവിടെ ജയിച്ചു കയറുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ആലപ്പുഴ മണ്ഡലത്തിൽ വളരെ യുവാവായിട്ടുള്ള ഒരു KSU നേതാവിനെ അവിടെ പരീക്ഷിച്ച് ഇറക്കി എന്നുള്ളത് കോൺഗ്രസ്സിന് വലിയ ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികകളിലൊക്കെ പലയിടങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അത് ഗുണകരമാകുമെന്ന് തന്നെയാണ് UDF വിശ്വസിക്കുന്നത്. അവിടെ ആലപ്പുഴയിൽ ചിത്തരഞ്ജൻ എന്ന നിലവിലെ സിറ്റിംഗ് MLA നേരിടുന്നത് ഒരു യുവരക്തമാണ്. ആ യുവരക്തം അവിടെ ഉറപ്പായും ഉദിച്ചുയരും. അല്ലെങ്കിൽ തോമസ് എന്ന് പറയുന്ന എഡി തോമസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറുമെന്നാണ് UDF-ൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ കുട്ടനാട്ടിലേക്ക് വരികയാണെങ്കിൽ ജോസഫ് വിഭാഗം ഇപ്പോൾ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ആ സീറ്റിൽ ജോസഫ് വിഭാഗം അവിടെ ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷയായി പറയുന്നത്. അങ്ങനെയെങ്കിൽ കുട്ടനാട് റജി അദ്ദേഹം ജയിച്ചു കയറാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അരൂരിൽ നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഏതാണ്ട് 500 ചില്ലുവാനം വോട്ടുകൾക്ക് മാത്രം താഴെ പോയി തോൽവി ഏറ്റുവാങ്ങിയ ഒരു മണ്ഡലം ഇത്തവണ ഷാനിമോൾ വളരെ ശക്തമായി തിരിച്ചു വരുമെന്ന് അവിടെ ഉറച്ച് UDF വിശ്വസിക്കുന്നു, കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ കായംകുളം മണ്ഡലം, നമ്മൾ M. ലിജുവിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം നമ്മളെപ്പോഴും പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് M. ലിജു. അദ്ദേഹം ഇത്തവണ നല്ല ഫൈറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ഇത്തവണ കായംകുളത്ത് നിന്ന് വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് അദ്ദേഹം മത്സരിച്ചപ്പോഴും കായംകുളം വളരെ പരിചിതമായിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ അവിടെ പ്രചരണം നടത്തിയിട്ടുണ്ട്. UDF-ന് അതുകൊണ്ട് തന്നെ വലിയ മേൽക്കൈ ഇല്ലെങ്കിൽ പോലും ഏതാണ്ട് 6 സീറ്റോളം ലഭിക്കാൻ സാധ്യതയാണ് അവരുടെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. ആൽവിൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ UDF പറയുന്ന എണ്ണത്തിലേക്ക് വരണമെങ്കിൽ ഈ സീറ്റുകൾ കിട്ടിയാലേ പറ്റുള്ളൂ. ഞാൻ പറയാം, ആലപ്പുഴയിൽ ചിത്തരഞ്ജനെതിരെ എഡി തോമസ് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടന്നു കൈയായി പോയി. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു 9 ആകുമ്പോഴത്തേക്ക് ചിത്തരഞ്ജൻ ജയിക്കും എന്ന് കരുതുന്ന ആളാണ്. രാവിലെ ആലപ്പുഴയിൽ ആദ്യം ജയിക്കുന്ന സീറ്റുകളൊന്നതായിരിക്കും. പിന്നെ കായംകുളത്ത് ഇന്നത്തെ ദിവസത്തെ നമുക്ക് വെള്ളാപ്പള്ളിയെ നമുക്ക് മുകളിലേക്ക് ഇന്നൊരു ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന അങ്ങനെയായിരുന്നു. പിന്നെ പ്രതിഭയ്ക്കെതിരെ അവിടെ LDF-ലും CPM-നുള്ളിലും DYF-ലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും പ്രതിഭ ജയിക്കും ഞാൻ കരുതുന്നത്. കാര്യം പ്രതിഭ അവസാന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മത്സര സാധ്യത പോലും ഒരു പക്ഷേ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ പാർട്ടി കെട്ടുറപ്പോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിഭ ജയിക്കാൻ തന്നെയാണ്. അരുൺകുമാറിൻ്റെ കാര്യം പിന്നെ ഈ കഴിഞ്ഞ നിയമസഭയിലെ തന്നെ ഏറ്റവും ജനകീയനും അല്ലെങ്കിൽ ഏറ്റവും പേരെടുത്ത ഏറ്റവും മികച്ച ജനപ്രതിനിധിയായിട്ടൊക്കെ കണ്ടതാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. താഴെത്തട്ടിലെ അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് വന്ന് പിന്നെ രാഷ്ട്രീയ അതീതമായിട്ട് വോട്ടുണ്ടാക്കി. ഞാൻ കരുതുന്ന ആലപ്പുഴ തോമസ്
തോമസ് കെ തോമസ് ഒരു വിഷയം ഇത്തവണ അവിടെ വലിയ മത്സരമുണ്ട്. UDF ആക്കാം. പിന്നെ അരൂര് ഈ പറയുന്ന പോലെ ഒരു 50-50 സാധ്യതയാണ്. അതായത് അമ്പലപ്പുഴയുടെ ഒരു പ്രഭാവം ചിലപ്പോൾ അവിടേക്കൊക്കെ ഒരുപക്ഷെ വന്നേക്കാം. അമ്പലപ്പുഴ എനിക്ക് തോന്നുന്നത് ജി സുധാകരൻ ജയിക്കും എന്നാണ്. വ്യക്തിപരമായ വോട്ടുകളും പിന്നെ UDFന്റെ വോട്ടുകളും കൊണ്ടിട്ട് അദ്ദേഹം ജയിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഏതാ മണ്ഡലം അവിടെ ഇപ്പോൾ ഒന്നാണ് ഉള്ളത്, ഹരിപ്പാട് ജയിക്കും. ഹരിപ്പാടിന്റെ മേലെ +2 സാഹചര്യം കൂടി പറയാം. ചേർത്തലയിൽ പി പ്രസാദ് ജയിക്കും. ഈ ആൽവിൻ നേരത്തെ പറഞ്ഞത് വെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇടത് കോട്ട സമ്പൂർണ്ണ വലത് കോട്ടയാകും എന്നാണ് ആൽവിന്റെ പ്രതീക്ഷ, വിശ്വാസം. അപ്പോൾ ഒരു 3 സീറ്റ് വരെ. അതെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? തീർച്ചയായും ഇതിൽ അതായത് കഴിഞ്ഞ 2 തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മത്സരം വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ജി സുധാകരൻ തന്നെയാണ്. ഞാനവിടെ പോയപ്പോഴും അവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ ജി സുധാകരൻ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, അതായത് ആദ്യഘട്ടത്തിൽ ഭയങ്കര ജനകീയനായിരുന്നു എന്ന നിലയിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കും നോക്കും പ്രവൃത്തിയും എല്ലാത്തിനും ശേഷം അവിടെ ഒരു ഫൈറ്റിലേക്ക് വീണ്ടും ഇലക്ഷൻ നടന്നെങ്കിൽ ചിലപ്പോൾ മാറി. അതെ. പക്ഷേ അവിടെ എന്നാൽ പോലും ഒരു ഇതിൽ അവിടെ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ജയിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ജി സുധാകരന്റെ ജയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പിണറായി വിജയൻ അതിനുശേഷം നടത്തിയ ചാനൽ അഭിമുഖങ്ങളിലെല്ലാം നേർക്ക് നേർ ജി സുധാകരനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയായിരുന്നു. വഞ്ചകൻ എന്നുള്ള വാക്ക് തന്നെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു. ഇതൊക്കെ ജി സുധാകരൻ എത്രമാത്രം അനുകൂലമാകും അല്ലെങ്കിൽ പ്രതികൂലമാകുമെന്നാണ് കരുതുന്നത്? അല്ല, അത് ഫാക്റ്റാണ്. അത് അനുകൂലമാവും പ്രതികൂലമാവുന്ന അപ്പുറത്തേക്ക് ചില കാര്യങ്ങളിൽ ഫാക്റ്റ് എന്ന് പറയല്ലോ, അതിൽ അദ്ദേഹം നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം നടത്തിയിട്ട് ചില പ്രസ്താവനകൾ അദ്ദേഹം ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നൊരു പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നതിന് ശേഷം സ്വന്തം അനിയൻ്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് പോലും വളരെ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ്. അതായത് സ്വാഭാവികം, അത് കോൺഗ്രസോ ഏത് പാർട്ടിയിലായാലും സ്വന്തം അനിയനെ കൊന്ന ആളുകൾ എന്നതിൽ നിന്ന് അതിനെയൊക്കെ മാറ്റി അത് നായർ പിള്ളർ എന്ന നിലയിലേക്ക് മാറ്റി അതിനെ ഡൈലൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുവരെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മൂലധനമായിരുന്നു അത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു രക്തസാക്ഷി എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു എഡ്ജുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ചവിട്ടി നിന്ന മണ്ണ് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ചോര പരന്ന മണ്ണാണ്. ആ മണ്ണിൽ നിന്ന് ചവിട്ടി നിന്ന് അദ്ദേഹം സംസാരിച്ചതിന് ശേഷം അത് ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടന എന്ന നിലയ്ക്ക് അതിനെ കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചതിച്ചു അല്ലെങ്കിൽ ചതിയൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഫാക്റ്റാണ്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ജി സുധാകരൻ അവിടെ ഗുണം ചെയ്യും എന്നല്ല. അതിനപ്പുറത്തേക്ക് ജി സുധാകരന് ആ മണ്ഡലവുമായിട്ടുള്ള ബന്ധമുണ്ട്. ജി സുധാകരൻ സാർ എന്ന് തന്നെയാണ്, സുധാകരൻ സാർ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. സാർ എന്നാണ് വിളിക്കുന്നത്. സഖാവ് പോലും അല്ല അദ്ദേഹം. അവിടെയുള്ള റോഡുകൾ ആ തരത്തിൽ അദ്ദേഹം അവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടം മുതൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തീരദേശ മേഖല കൂടി ഉൾപ്പെട്ട പ്രദേശമാണ്. അവിടെ അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഗുണകരമാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു മണ്ഡലം. രണ്ടാമത്തത് പറഞ്ഞതുപോലെ തന്നെ കുട്ടനാട് ഇത്തവണ റെജി ചെറിയാൻ അവിടെ കുറേ കൂടി സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മത്സരമുണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് ഒന്നുള്ളത് കായംകുളമാണ്. സ്വാഭാവികമായും കോൺഗ്രസിൽ ഏറ്റവും കൊള്ളാവുന്ന അല്ലെങ്കിൽ ഒരു മാന്യ വ്യക്തിത്വം എന്ന് നമ്മൾ വിചാരിക്കുന്ന, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ലിജു. പക്ഷേ അവിടെ കടുത്ത മത്സരം ഉണ്ട്. ആദ്യഘട്ടത്തിൽ ലിജുവിനൊരു അപ്പർ ഹാൻഡ് പോലും ഉണ്ടോ എന്ന് തോന്നിക്കൊണ്ടിരുന്ന ഒരു മത്സര ചിത്രത്തിൽ നിന്ന് അത് ലെഫ്റ്റ് അവിടേക്ക് തിരിച്ചു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LDFന് അവിടെ കുറേ കൂടി മത്സരം ഉണ്ടാക്കാൻ കഴിയുകയും പ്രതിഭ അവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരു മണ്ഡലമാണ് അത്. പിന്നെ ഒന്ന് അരൂരാണ്. അരൂരും ഈ പറഞ്ഞതുപോലെ അരൂരിൽ പലപ്പോഴും ദിലീപ് സ്ഥാനാർത്ഥിയാകുമ്പോൾ പല തലക്കെട്ടുകളും പാട്ടുപാടി ജയിക്കാൻ ദിലീപ എന്നുള്ളത് അത്രമാത്രം ഈസി ആയിരിക്കുമോ ദിലീപയ്ക്ക്? ഇവിടുത്തെ സാഹചര്യം, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? പാട്ടും പാടി പറ്റില്ല. അരൂര് അത്ര UDF ജയിച്ചു എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നൊരു മണ്ഡലം അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ തദ്ദേശത്തിൽ ലീഡ് ഉണ്ടെന്നുള്ള വസ്തുതയാണ്. പക്ഷെ അത് 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് എന്നുള്ള കാര്യം. പക്ഷെ ആ നരേറ്റീവ് ഒക്കെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പെരുമ്പളം പാലം ഉദ്ഘാടനമൊക്കെ വികസനം വലിയ ചർച്ചയാവുന്ന ഒരു മണ്ഡലമാണ് അരൂര്. പെരുമ്പളം പാലം അതിനൊരു ഉദാഹരണമാണ്, ആ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് UDF ജയിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഫൈറ്റ് ഉണ്ട്, കൃത്യമായിട്ടൊരു 50-50 ചാൻസ് ഉള്ള മണ്ഡലമാണ്. പക്ഷേ ആലപ്പുഴയുടെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയാം, ഇത്തവണ കൂടെ പോകാൻ ഒരു MLA കൂടി എന്തായാലും UDFന് ഉണ്ടാവും. ഒരാൾ മാത്രമായിരിക്കില്ല, രമേശ് ചെന്നിത്തല മാത്രമായിരിക്കില്ല ആലപ്പുഴ എന്നുള്ള UDF MLA. അതിന് നമ്പർ എന്തായാലും കൂടും തീർച്ചയായിട്ടും. കോൺഗ്രസ് MLA അല്ലെങ്കിൽ പോലും കൂടണം. അമ്പലപ്പുഴ ഈ പറഞ്ഞതുപോലെ സുധാകരൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആൽവിൻ പറഞ്ഞ പോലെ 6 സീറ്റ് UDF നേടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താ വെച്ചാൽ സുധാകരൻ ഫാക്ടർ അപ്പാടെ CPM അങ്ങ് ഒലിച്ചു പോയി തീർന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ചില മണ്ഡലങ്ങളിലും അങ്ങനെ ഒരു ഫാക്ടർ വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ കായംകുളത്തൊക്കെ അത്തരം പ്രതീക്ഷ UDFനുണ്ട്. പക്ഷേ കായംകുളം പോലും പ്രതിഭാഹരിക്ക് ഒരു എഡ്ജ് ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കിയാൽ മതി. കായംകുളത്തെ എത്ര പൊളിറ്റിക്കലി ഒരു ലെഫ്റ്റ് ഉള്ളൊരു മണ്ഡലമാണ് കായംകുളം.
മാത്രമല്ല അവിടെ UDF ജയിക്കണമെങ്കിൽ മൈനോറിറ്റി വോട്ട് പൂർണ്ണമായും എം ലിജുവിലേക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം അത് LDF-നൊപ്പം തന്നെ നിൽക്കാനാണ് അവിടെയാണ് UDF പ്രതീക്ഷയും. പഞ്ചായത്തുകൾ മൊത്തമെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശം മുഴുവൻ നമ്മൾ ഒലിച്ചുപോയി. UDF വലിയ മുന്നേറ്റം. ഇതിലൊരു റിവേഴ്സ് ഫാക്ടർ എനിക്ക് പറയാനുള്ളത്, ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം UDF-ന് സമീപ മണ്ഡലങ്ങളിൽ വലിയ തരത്തിലുള്ള ഗുണകരമാകും എന്ന് പറയുന്നത് പോലെ തന്നെ ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം LDF-ൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആലപ്പുഴയിലെ CPM-ൽ കുറെ കൂടി ഒരു കെട്ടുറപ്പുണ്ടാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കാരണം ഒരു പക്ഷേ അമ്പലപ്പുഴയിൽ ജി സുധാകരനല്ല, അതിന് പകരം വേറെ ഏതെങ്കിലും കോൺഗ്രസ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അല്ല, അതെ, വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കായംകുളത്ത് ഇതായിരിക്കില്ലായിരുന്നു സ്ഥിതി. ആലപ്പുഴയിൽ ഈ പറഞ്ഞതുപോലെ ആൽവിൻ പറയുന്നത് ഈ ഇടത് കോട്ട വലത് കോട്ടയാകും നാളെ എന്നുള്ളതാണ്. ആൽവിൻ ഉറപ്പിച്ച് പറയുന്നു. നിങ്ങളും പറയുന്നത് വലിയ പ്രതീക്ഷ വേണ്ട LDF-ന് എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ പറയുന്നത്. മുൻപുള്ള തെരഞ്ഞെടുപ്പുകളുടെ അത്രയും ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയല്ലേ നിങ്ങളുടെ ആലപ്പുഴയുടെ കാര്യത്തിൽ വാക്ക് മാറ്റി. കോട്ട എന്ന് ഞാൻ പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പറഞ്ഞ 9 മണ്ഡലങ്ങളിൽ മേൽക്കൈ ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ വരെ ആലപ്പുഴയിൽ UDF-ന് ഭയങ്കര നേട്ടമുണ്ടാകും. കാരണം 6 വരെ പോകാം. മറ്റേ 100% വർധനം എന്നൊക്കെ പറയുന്നത് 2 സീറ്റായ പോലും 100%. അതായത് നിലവിൽ ഹരിപ്പാട് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഹരിപ്പാട് മാറ്റിവെക്കാം, അതിനെ ഒരു ചർച്ച പോലും വേണ്ടല്ലോ. ഹരിപ്പാട് വേണ്ട. ഓക്കെ, മറ്റിടങ്ങളിലെ സ്ഥാനാർത്ഥികളായിരുന്നു നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അരൂരിൽ നിന്ന് തുടങ്ങി. അരൂരിൽ നിന്ന് പിന്നെ ഷാനിമോൾ ഉസ്മാനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. അവർക്ക് എല്ലാ തവണ ആത്മവിശ്വാസം അല്ല, അത് പിന്നെ സ്വാഭാവികമായി കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ശേഷം കഴിഞ്ഞ തവണ പക്ഷേ 700 വോട്ടിനല്ല പരാജയപ്പെട്ടു, 7000 വോട്ട്. അതിന് മുമ്പ് അദ്ദേഹം അവർ വിജയിച്ച സാഹചര്യം എന്ന് പറഞ്ഞാൽ പോലും വേറെയാ. അതെ, പക്ഷേ അരൂർ മണ്ഡലത്തിൽ ഇത്തവണ പിന്നെ ഷാനിമോൾ ഉസ്മാനെ പോലെ ഒരു വനിതാ നേതാവ്, കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവിനെ വീണ്ടും ഇവിടെ മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോൾ അത് വലിയ ആത്മവിശ്വാസത്തോട് കൂടി തന്നെയാണ്. ടൈറ്റ് മത്സരമുണ്ട്. പക്ഷേ അരൂരിനെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് നേരത്തെ രാകേഷ് പറഞ്ഞ പോലെയൊക്കെ ജനങ്ങളുടെ ജീവിതത്തിൽ ചെന്ന് തൊടുന്ന തരത്തിലുള്ള എത്ര വിസിബിളായിട്ടുള്ള മാറ്റങ്ങളാണ് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പെരുമ്പടം മാത്രമല്ല നമ്മൾ ഈ സുധാകരൻ ഫാക്ടർ ഒന്നും ആലപ്പുഴ ജില്ലയെ കംപ്ലീറ്റ് ഒന്നും ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. കാരണം സുധാകരൻ ഒരു ഫാക്ടറേ അല്ല. അങ്ങനൊരു ഫാക്ടറാണോ അല്ലെന്നുള്ളത് ആലപ്പുഴ ജില്ല മൊത്തം ചിലപ്പോൾ ഞാനും ലിജോയും കൂടെ അമ്പലപ്പുഴ പോയിട്ട് അമ്പലപ്പുഴ തീരദേശ മേഖലയിലെ മനുഷ്യരോടൊക്കെ തന്നെ സംസാരിച്ചാണ്. അവിടെ ഈ വേറൊരു തരത്തിലുള്ള മനുഷ്യർക്ക് ഒരുതരം ആൾക്കാരോട് തോന്നുന്ന ഒരുതരം എന്താ പറയുക, നമ്മൾ CPM ആരോപിക്കുന്ന നമുക്ക് പോലും പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ള സുധാകരൻ്റെ ഒരു ധാർഷ്ട്യം എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവവിശേഷം ഉണ്ടല്ലോ, പുള്ളി പൊതുവെ ഇടപെടുന്ന രീതി, അത് ഏതാണ്ട് അംഗീകരിക്കുന്ന തരം ആൾക്കാരാണ്. മാനസികമായ ഒരു വിധേയത്വം അപ്പാടെയല്ല പറയുന്നത്. അത് നമുക്ക് കുറച്ചും കൂടി ഈ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതിനേക്കാളും കുറച്ച് ഹാർഡായിട്ട് സംസാരിക്കുന്ന ആളുകളോടാണ് കൂടുതൽ താല്പര്യമുള്ളത്. അല്ലെങ്കിൽ അവരാണ് പച്ചയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും അമ്പലപ്പുഴയിൽ ജയത്തിനടുത്ത് ഒരു തർക്കവും സ്ഥാനാർത്ഥിത്വത്തിന് മുമ്പ് വരെ ഇതൊന്നും ഇല്ല. വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അങ്ങനെ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ആകുന്നത്. അതെ, അതിനുശേഷമാണല്ലോ ഞാൻ പറഞ്ഞത്. CPM-ലെ അതായത് CPM-ലെ പാർട്ടി സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കാൻ കഴിയുന്ന സ്ഥാനങ്ങൾ മുഴുവൻ, MLA സ്ഥാനം, അതായത് ഏറ്റവും മന്ത്രിസ്ഥാനം, അങ്ങനെ എല്ലാ തരത്തിലും ആ പാർട്ടിയിൽ നിന്ന് ലഭിക്കാൻ കഴിയുന്ന എല്ലാ സ്ഥാനങ്ങളും നേടിയെടുത്തതിന് ശേഷം ഒരു പറയാനായി കാരണം പോലില്ല. സ്വാഭാവികമല്ലേ, അത്രയും സീനിയറായ ഒരു ലീഡറിനെ ചിരിച്ചു പുച്ഛിച്ച് തള്ളി എന്നുള്ളത്, അത് സീനിയറായിട്ടൊരു CPM-ന്റെ നേതാവിനെ നിങ്ങൾ തന്നെ ഇത്രയും കാലം കൊണ്ടു നടന്ന CPM-ന്റെ നിങ്ങൾ മീൻസ് LDF സ്വന്തം അനിയന്റെ സാക്ഷ്യത്തെ
പോലും തള്ളിപ്പറഞ്ഞു പോയി വോട്ട് പിടിക്കാൻ നടന്ന തക്ക സുധാകരനെ രീതിയിലേക്ക് എത്താൻ ഇപ്പൊ തക്ക ഈ രീതിയിലേക്ക് സുധാകരനെ- എത്തുന്ന രാഷ്ട്രീയ ബോധം അതേ ഉള്ളൂ. ഒരു അദ്ദേഹത്തിന് നിസ്സാര പ്രശ്നം ഉണ്ടായിരുന്നേ. അത് പരിഹരിക്കാൻ CPM-ന് കഴിഞ്ഞില്ല നിസ്സാര എന്നുള്ളത്. പ്രശ്നമൊന്നുമില്ല. അധികാരമോ അല്ലാതെ വേറൊരു പ്രശ്നമില്ല. വേണമെങ്കിൽ CPM-ന് അധികാരമോ അല്ലാതെ വേറൊരു പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ പ്രശ്നം അത് പരിഹരിച്ചില്ല എന്ന് തന്നെയല്ല, അവഗണിക്കുകയാണ് ചെയ്തത്. കെ സുധാകരൻ അധികാരമോഹമാണ്. അതാണ് പുള്ളിയുടെ ഞാൻ പ്രശ്നം. മനസ്സിലാക്കുന്നത് അല്ല, അധികാരമോഹമാണ് പുള്ളിയുടെ പ്രശ്നം. അധികാരമോഹം ഇല്ലാത്തതുകൊണ്ടാണോ പിണറായി വിജയൻ മൂന്നാമത് മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുത്തത്? ഒറ്റ വാക്കി പറയാം. ഞാൻ അതെ, അത് ഇത് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ നന്നായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. നിർണയത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയോട് കൂടി തുടങ്ങിയ പ്രശ്നമാണ്. അതല്ലാതെ ചിരിക്കാത്തതും കരയാത്തതുമായ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്ത നിസ്സാര കാര്യമാണ്. പാർട്ടി അല്ല, തീരുമാനം. നിസ്സാര കാലങ്ങളിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം ഓക്കെ ആയിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഒന്നുമില്ല ആ കേസിൽ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള അകൽച്ചയും സജി ചെറിയാൻ മന്ത്രിയുമായിട്ടുള്ള അകൽച്ചയും ഒക്കെ വളരെ കൃത്യമായി അദ്ദേഹം തുറന്നു പറഞ്ഞു. അതിൽ ചില ഇടപെടൽ അതിനുശേഷം എത്ര നേതാക്കൾ പുള്ളിയോട് വന്ന് കൂടിക്കാഴ്ച നടത്തി ഒരു കണക്കിന് ഗുണകരമായി, യുഡിഎഫിന് ഗുണകരമായി. ആസിഫെ, അത് കണ്ടറിയാം. അമ്പലപ്പുഴ സീറ്റ് ഗുണകരമായിരിക്കും. പക്ഷെ വേറെ PV Anwar മമതാ ബാനർജിക്ക് എഴുതിയ കത്തുണ്ടല്ലോ 2 കൊല്ലം. അതെ, ആ കത്തിലുണ്ട് പേര്. അപ്പൊ ഇദ്ദേഹം ഒരു 2 കൊല്ലമായിട്ട് കണക്കാക്കുന്ന പരിപാടി ആ കത്തിൽ യു പ്രതിഭ അടക്കമുള്ള ആളുകളുടെ എഴുതിയ കത്തും ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് ആ തോന്നുന്നില്ല. സമയത്ത് പോലും ആ ലിസ്റ്റിൽ പുള്ളിക്ക് ഉൾപ്പെടുത്താൻ തോന്നിയ ആ സമയത്ത് യു പ്രതിഭ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ PV Anwar കത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് വളരെ അപകടമായിരിക്കുന്നതാണ് ഞാൻ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പറഞ്ഞത്. ആലപ്പുഴ ജില്ലയിലെ കുറിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്. അതായത് സ്വാതി പറഞ്ഞ പോലെ തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളും BJP-യിൽ നിന്ന് കിട്ടുന്ന വോട്ടും ചേർത്താൽ സ്വാഭാവികമായിട്ടും UDF പ്ലസ് BJP പ്ലസ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന സ്നേഹം കൂടി ചേരുമ്പോൾ ഓപ്പണായിട്ട് അമ്പലപ്പുഴയിലെ ജി സുധാകരന്റെ ജയം പക്ഷെ അതിന്റെ മുസ്ലിംസ് നാമധാരിയായിട്ടുള്ള ഇദ്ദേഹത്തെ കഴിഞ്ഞ തവണ ഞാൻ ജയിപ്പിച്ചത് ഹിന്ദു വോട്ട് വാങ്ങി കൊടുത്തിട്ടാണെങ്കിൽ ഇത്തവണ ആ വോട്ട് കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതുകൊണ്ടാണ് പറഞ്ഞത്. അതാണ് രാഷ്ട്രീയ മറ്റേ എന്താണ് ചാണക്യൻ. അതല്ല, ഈ ചിരിച്ച കാര്യം പറഞ്ഞപ്പോൾ ജി സുധാകരനെ കുറിച്ച് ചോദിച്ചപ്പോൾ MV ഗോവിന്ദൻ എന്ന് ചിരിച്ചത്, വാർത്താസമ്മേളനത്തിൽ ചിരിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. സമുന്നതനായിട്ടുള്ള നേതാവാണ്, ഇത്രയും വർഷത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉണ്ട്. സമാനമായിട്ട് പിണറായി വിജയനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇതേപോലെ ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയാകുമോ കാര്യങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് ഏത് രീതിയിലാകും? അവഗണിക്കണമെന്ന് പാർട്ടി മനഃപൂർവ്വം തീരുമാനിച്ചതുകൊണ്ടാണ് സുധാകരനെ അവഗണിച്ചത്. തമ്മിൽ എന്തൊക്കെ പിണറായി പ്രശ്നമാണോ? ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു പല ആവർത്തി പറഞ്ഞു. എത്ര പേര് പോയി സംസാരിച്ചു? അല്ല, വൈകിയ വേളയിൽ അതുകൊണ്ട് തന്നെ സുധാകരൻ സുധാകരൻ ജി സുധാകരൻ എന്ന തലമുതിർന്ന മുൻ പാർട്ടി വോട്ടുകൾ ഇളക്കാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ ഉണ്ടായേക്കാം, ചിലപ്പോൾ അദ്ദേഹം ജയിച്ചേക്കാം. അമ്പലപ്പുഴയിൽ ജയിക്കാൻ പോകുന്ന UDF സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും പറഞ്ഞ ഒരു പരാമർശമുണ്ട് CS സുജാതയെക്കുറിച്ച്. അങ്ങനെ ഒരാളാണ് അമ്പലപ്പുഴയെ ഇനി പ്രതിനിധീകരിക്കാൻ പോകുന്നതെന്നൊരു സങ്കടമേ ഒരുപക്ഷെ അമ്പലപ്പുഴക്കാർക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നുള്ളൂ. എന്താ പൂവൊക്കെ ചൂടിയിട്ട് നായർ വീടുകളിൽ ആ മനോഭാവവും ആ ജാതിബോധവും ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾ അവിടെ ജനപ്രതിനിധിയാകുന്ന ഒരു ദുര്യോഗം അവിടെ ഉണ്ടാകുന്നെങ്കിൽ അത് അവിടെ ഉണ്ടാവട്ടെ. ഇത്രയും കാലം എന്തായാലും ആലപ്പുഴയിലെ പോരാട്ട ചിത്രം ഇത്തരത്തിൽ കനക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നാളെ അറിയാം അതിന്റെ കൃത്യമായിട്ടുള്ള വിവരം. ജി സുധാകരൻ ജയിച്ചു കയറുമോ, അത് മറ്റുള്ള മണ്ഡലങ്ങളെ ബാധിക്കുമോ എന്നതടക്കമുള്ള കാര്യം. പ്രത്യേകിച്ചും ഹരിപ്പാട് നമ്മൾ അധികം പ്രതിപാദിച്ചില്ല എങ്കിൽ പോലും രമേശ് ചെന്നിത്തല എത്ര വോട്ടുകൾ നേടും, എത്ര ഭൂരിപക്ഷം നേടും എന്നതടക്കമുള്ള കാര്യങ്ങളും അവിടെ നിർണായകമാണ്. അപ്പോൾ അങ്ങനെയാണ് ആലപ്പുഴ ജില്ലയുടെ ഒരു ചിത്രമൊക്കെ.